ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ യൂണിക്കോൺ 160 6G മോഡൽ വണ്ടിയാണ്. അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പാഡ് ഫുള്ള് തീർന്നുണ്ടായി. അതേപോലെ വീലിൻ്റെ ബെയറിങ് പോയി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി കയറ്റുന്ന സമയത്ത് ബ്രേക്ക് പാഡ് തീർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. അത് ഉരഞ്ഞിട്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബൂട്ട് സെറ്റും ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് സെറ്റ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ക്രാച്ച് ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതും ഓൾറെഡി സ്ക്രാച്ച് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാഡിൻ്റെ ലൈഫ് കുറയും, ഈ കിടക്കുന്ന പാഡിൻ്റെ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ MC സബ്, അതിൻ്റെ ഉള്ളിൽ തന്നെ MC സബ് അസംബ്ലിയുടെ ആ ഉള്ളിൽ തന്നെ മാസ്റ്റർ സെറ്റ് ഉണ്ട്. അത് വർക്കിംഗ് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിസ്റ്റൺ അങ്ങടേക്ക് തള്ളും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് വളരെ സ്ലോയിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം അതൊന്ന് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ഈ ലിവറും ബെൻഡായി ഇരുന്നായിരുന്നേ. അപ്പോൾ ലിവർ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ലിവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് മാറ്റി ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ ഗ്രീസ് ചെയ്ത് ബൂട്ട് സെറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വീൽ ബെയറിങ് കൂടി പോയി കിടന്നത് കൊണ്ടാണ് ഇത്രയും തേമാനം അതിന് വന്നതാണ്. 2 സൈഡും തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ബ്രേക്കിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഓടിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ളത് വെച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ വീൽ ബെയറിങ് നമ്മൾ കിറ്റപ്പാടിയാണ് മാറ്റിയേക്കണേ. 2 വീൽ ബെയറിങ്ങും വെള്ളം കയറി പോയായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഓയിൽ സീലുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നത് ഇവിടെ വന്ന ഡിസ്റ്റൻസ് ബുഷ് ഉണ്ട്, അതിനും തേമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തേമാനം എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൂടെ വെള്ളം ഉള്ളിലേക്ക് കയറി ചെല്ലും. അപ്പോൾ ബെയറിങ്ങിൻ്റെ ലൈഫ് കുറയും. നോർമൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിൻ്റെ കാര്യം സീൽഡ് ബെയറിങ് ആണെങ്കിൽ കൂടി അതിൻ്റെ ലൈഫിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതടക്കം മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിൻ്റെ വർക്കിംഗ് അത്ര പെർഫെക്റ്റ് അല്ല, ഓവർലാപ്പിംഗ് കാണിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചെയിൻ വർക്ക് ചെയ്യാതെ കയറി ഇറങ്ങി മറിക്കണം. അതുണ്ടോ, ഇതിപ്പോൾ നോക്കണം, ചില സൈഡ് വരുമ്പോൾ കയറിപ്പോകും. അപ്പോൾ നമുക്ക് ആ ടൈറ്റ് വന്ന ഭാഗം വെച്ചിട്ടാണ് നമുക്ക് ചെയിൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗം വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ലൂസ് വന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെയിൻ ഇത്രയും ലൂസ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെയിൻ ടൈറ്റ് ചെയ്താലും ചെയിൻ്റെ അടി ഉണ്ടാവും സംഭവം കേട്ടോ. അപ്പോൾ മാക്സിമം ഓടിക്കുക. അതിന് ശേഷം ചെയിൻ സോക്കറ്റ് മാറ്റാനാണ് പറ്റുള്ളൂ. അപ്പോൾ നിലവിലിപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയത്തെ നമ്മൾ ഡിസ്കുമായി ബന്ധപ്പെട്ട് ഡിസ്ക് പാഡ്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് അതൊക്കെയാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊണ്ട് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരാം. ഓക്കെ.